ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നും ഞാനൊരു വ്ളോഗായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. വേറെ ആരും കൂടെ അല്ല, അജുവിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വ്ളോഗുമായി വന്നിട്ടുള്ളത്. വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മയോ അല്ലെങ്കിൽ മൂത്തമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ ജുബിയോ ആണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, രാഗി സേമി വെച്ചിട്ട് പുട്ടുണ്ടാക്കുകയാണെന്ന്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഫസ്റ്റ് ടൈം കാണുന്നതും കഴിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഇത് ഇഷ്ടമായതിനു ശേഷം പിന്നെ ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ക്യാരറ്റ് സേമിയും കിട്ടും, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് രാഗി സേമിയാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, കയ്യേറ്റൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് പിന്നെ സാധാരണ നമ്മൾ പുട്ടിന് മാവ് ഉതിർത്തുന്ന പോലെ തന്നെയാണ് ആക്കാറുള്ളത്. വെച്ചാൽ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ പാകത്തിന് ഇങ്ങനെ ആക്കുക. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് ഭയങ്കര സോഫ്റ്റായിട്ടൊക്കെ കിട്ടും. പിന്നെ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെയാണ് ചുട്ടെടുക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല. ഞാനിതിലേക്ക് പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ആ പുട്ടൊക്കെ ചുട്ട് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം രണ്ടും ഒരുമിച്ചല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് ഗ്യാപ്പ് കഴിച്ചതിന് ശേഷം ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അജുവിൻ്റെ വണ്ടി എടുത്തതിന് ശേഷം എന്നും പറയുവാന് പുറത്ത് പോവാം, നമുക്ക് ഡെസേർട്ടിൽ പോകാമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് അതിന് പറ്റിയൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് പുറത്ത് ഓരോ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ടും അജുവിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും നമുക്കൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇതിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇതല്ലാണ്ട് വേറെ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതായിരുന്നു ശരിക്കും ഒരു 1.5 ഡെസേർട്ട് സഫാരി. മറ്റേത് കുറച്ച് പോകാണ്ടായിരുന്നുള്ളൂ. അന്ന് പോയ ഡെസേർട്ട് സഫാരിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡെസേർട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ ടയറിൻ്റെ കാറ്റൊക്കെ ഒന്ന് കുറച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ റാസൽ ഖൈമയിൽ ഖലീഫ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തുള്ളൊരു ഡെസേർട്ട് കാട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. യാത്രയാണെന്നുണ്ടെങ്കിലും അതിൽ കൂടെ പോകുമ്പോഴുള്ള ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രമാത്രം ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുനിന്നുള്ള വ്യൂ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അതിനുള്ളിൽ നിന്ന് വീഡിയോ എടുത്താൽ അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്നവർക്കും അറിയില്ല ഇത് പുറത്തുനിന്ന് എങ്ങനെയാണ് ഇത് കാണുമ്പോൾ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാനും ഉമ്മയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പോകുന്ന വീഡിയോ ഒന്ന് ഞാൻ എടുത്തതാണ്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. അത്രയും സ്പീഡിലാണ് പോകുന്നത്, അങ്ങനെ പോകണമെന്നൊക്കെ മനസ്സിലാവുന്നത് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടിൻ്റെ നടുവിലാണ്, എവിടെ നിന്ന് വഴിയെന്നൊന്നും അറിയണില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ സ്റ്റക്കായി നിൽക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ എന്താ ചെയ്യുക, ഏത് ഭാഗത്താണെന്നറിയില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ആ മണലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഈ മരുഭൂമിയിലെ മണലിൽ കാണുന്ന ഒരു പ്രത്യേക തരം പാമ്പൊക്കെ ഉണ്ട്, കടിച്ച ആ ഓൺ സ്പോട്ടിലിട്ട് ആൾ തട്ടിപ്പോവുക ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ സൂ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ ചത്ത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നൊക്കെ സൂം ചെയ്തിട്ട് കാണിച്ചെന്നതാണ്. അങ്ങനെ അത് അവന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജീപ്പിൽ കയറാൻ പോവുകയാണ്. പിന്നെ ഇവൻ്റെ വണ്ടിയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല ഉയരമാണ്. അതുകൊണ്ട് അവന് ഒരു മണൽ കൂമ്പാരത്തിൻ്റെ അവിടെ കൊടുന്ന് നിർത്തിയതാണ് ഉമ്മാക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അന്ന് നെസ്രിയൊക്കെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ ഉമ്മയും മൂത്തമ്മയും ഒന്നും ഉണ്ടായിരുന്നില്ല. നെസ്രിയും അജുവും ഞാനും അതുപോലെ തന്നെ ജുബിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്താനായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതൊരു ചെറിയ ഡെസേർട്ട് സഫാരി പോലെ ആയിരുന്നു, പക്ഷേ ഒറിജിനൽ നമ്മൾ ആദ്യം കാണിച്ച വീഡിയോ ആയിരുന്നു. ഇതിങ്ങനെ മണലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഭയങ്കര സൗണ്ട് ഇട്ടില്ലായിരുന്നു. ഞാൻ സൗണ്ട് ഇടാൻ പിന്നെ എന്നെ കഴിച്ചിട്ടല്ലേ ബാക്കി ആരുള്ളൂ. അങ്ങനെ എന്താ പറയുക, നല്ല സ്പീഡിലാണ് ഈ പോണത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ അത്ര കണ്ട എഫക്റ്റ് തോന്നുന്നുണ്ടായിരിക്കില്ല, പക്ഷേ നല്ല എന്താ പറയുക, അങ്ങോട്ട് വീണിട്ടും ഇങ്ങോട്ട് വീണിട്ടൊക്കെ ആയിട്ട് ക്യാമറ പോലും ശരിക്കും പോലെ പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ട് എല്ലാവരും എല്ലാ പാർട്സും ഇളകിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് വീണിട്ടും ഇങ്ങോട്ട് വീണിട്ടൊക്കെ പാടായിട്ട് നല്ല രസമായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണ് കേട്ടോ. നാട്ടിൽ ഇതുപോലെ മുഴുപ്പിലങ്ങാടിയിൽ ഒരു ഡ്രൈവിംഗ് ബീച്ചിലാണ് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് നിന്നാണ് ഈ ഒരു ബീച്ചിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവിടുന്ന് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അജുവിനോട് പറഞ്ഞപ്പോൾ അജു പറഞ്ഞു ഓക്കെ നീ എൻ്റെ ആഗ്രഹമല്ലേ ഈ ഡ്രൈവ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും നെസ്രിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ബീച്ചിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഇഷ്ടം തന്നെയാണ്. ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ഏയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീച്ചിലൊക്കെ പോയിട്ട് കുളിക്കാറുണ്ട്. ഇവിടെ പ്രൈവറ്റ് ബീച്ചുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി കുളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ബീച്ചുകളുണ്ട്. അപ്പോൾ നമ്മളെ കസിൻസൊക്കെ വരുന്ന സമയത്തും നമ്മളെല്ലാവരും കൂടി പോയി കുളിക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അത് നാട്ടിലൊന്നും ആ ഒരു വൈബേ കിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒരു ആളൊഴിഞ്ഞൊരു ഏരിയ തന്നെയാണ് ഇത്. അങ്ങനെ ഞാനൊന്ന് ഡ്രൈവ് ചെയ്യാനുള്ള ആഗ്രഹം അജുനോട് പറഞ്ഞപ്പോൾ അജു ഇങ്ങനെ ജസ്റ്റ് അവൻ്റെ വണ്ടിയുടെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാനും ഒന്ന് ഡ്രൈവ് ചെയ്ത് വേറൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ റോഡിലൂടെ ഡ്രൈവ് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ മണലിലൂടെ ഈ ബീച്ചിൻ്റെ സൈഡിലൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക നല്ല കാഴ്ചകളായിരുന്നു അവിടെ ഉള്ളത്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ച സമയമായിരുന്നെങ്കിൽ കൂടിയിട്ട് വെയിലിൻ്റെ ചൂടുണ്ടെന്നല്ലാണ്ട് നല്ല കാറ്റൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ നല്ല പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹവും സഫലീകരിച്ചെന്ന് പറയാം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് അല്ലൂസാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പോണ വഴിക്ക് തന്നെ ഇതുപോലെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയൊരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലൊക്കെ നാടി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. രണ്ട് സൈഡിലായിട്ട് രണ്ട് ഊഞ്ഞാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടിയിട്ട് നല്ല രസമായിരുന്നു. ആ ബീച്ചിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഊഞ്ഞാലാടാൻ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് തന്നെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ വേറൊരു റൂട്ടിലേക്ക് അജു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ എന്താ പറയുക ആ ഒരു സ്പീഡിൽ പോയാലാണ് ആ ഒരു എഫക്റ്റ് കിട്ടുക. അങ്ങനെ എന്താ പറയുക അല്ലൂസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് വീഴാനൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെയും പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. ആ ഒരു ഭാഗത്തായിട്ട് കുറേ വില്ലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക ചുറ്റിലും വെള്ളമൊക്കെ ഇട്ടും അതിൻ്റെ ഭാഗത്ത് വീടൊക്കെ ആയിട്ട് നല്ലൊരു രസം തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ചളി പോലെ പൂഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കാലൊക്കെ വെക്കുമ്പോൾ ആ മണലിലേക്ക് ഇങ്ങനെ അതേപോലെ പൂഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ ചവിട്ടി കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. കാൽപാദങ്ങളൊക്കെ അതിലിങ്ങനെ എന്താ പറയുക ഒരു അച്ചിലിട്ട് വാർത്ത പോലെ എന്ന് പറഞ്ഞാൽ നല്ല രസത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് വെള്ളത്തിൽ കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത്. ഈ ബീച്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മേത്തൊക്കെ ഭയങ്കരമായിട്ട് മണൽ പറ്റി പിടിക്കും. പിന്നെ വണ്ടിയിലാണെന്നുണ്ടെങ്കിലും ഡ്രസ്സിലും പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ബാത്റൂമിൽ പോയാൽ വരെ ബാത്റൂമിൽ ഫുള്ള് ഈ മണൽ തന്നെ ആയിരിക്കും നമ്മൾ ഡ്രസ്സുമെന്നൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീണിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു ബർഗർ തയ്യാറാക്കാമെന്ന് കരുതി. എനിക്ക് പിന്നെ ഈ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ബർഗറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ബർഗർ പാറ്റീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്താ പറയുക വൈകിട്ട് ബർഗർ ആക്കാമെന്ന് കരുതി. അപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ബർഗർ പാറ്റീസൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മയണൈസും സോസും കൂടി മിക്സ് ചെയ്തിട്ട് ബണ്ണൊന്ന് ചൂടാക്കിയിട്ട് അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വെജീസും ചീസും ബർഗർ പാറ്റീസൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചീസ് മെൽറ്റ് ചെയ്യണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബർഗർ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുകയുള്ളൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.